താനൂരിൽ ഇത്രയും കാലം ഒരു പണക്കാരൻ വന്നിട്ട് താനൂരിലെ ജനങ്ങളെ ഒരു ബി ജെ പി വോട്ട് പിടിച്ച് SDPI വോട്ട് പിടിച്ച് ജമാഅത്ത് വോട്ട് പിടിച്ച് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു വിജയിച്ചത്. പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് ചിന്ത വന്ന് പിണറായി വിജയന് ഇരട്ടച്ചങ്കുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തിനെതിരെ ഒരു പ്രതികരണമില്ല. എല്ലാവരും സൈലൻ്റായി. അതിനെതിരാണ് കേരള ജനത ഇത്രയൊരു വലിയ വിജയം UDF കൊടുത്തത്. അത് ജനങ്ങൾ വിഡ്ഢികളല്ല എന്നതിലൊരു മെയിൻ തെളിവാണിത്. അതുകൊണ്ടാണ് ഇത്രയും വിജയം സംഭവിച്ചത്. താനൂർ ഇനി പ്രതീക്ഷിക്കേ വേണ്ട. താനൂർ PK നവാസ് എന്ന ഒരു കടും പുലിക്കുട്ടിക്കാൻ താനൂർ കിട്ടുന്നത്. താനൂർ ഇനി സെറ്റാണ്. സ്വപ്നം കാണണ്ട. വ്യക്തമായിട്ട് വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഇവിടെ കേരളത്തിൽ ഒരിക്കലും വർഗീയത പുറപ്പിക്കില്ല എന്നുള്ളത് കാണിച്ചു കൊടുത്താണ്. വർഗീയത പറയുക, എന്നിട്ട് വർഗീയത കൂടെ നിൽക്കുക, ജനാധിപത്യത്തെ വിള്ളിലേൽപ്പിക്കുക. നിങ്ങൾക്ക് മാറി ജെൻസ് ബേറാണ് കേരളത്തിലെ ജെൻസ്. ഇനി ഇതുപോലെ നിങ്ങൾ മുമ്പോട്ട് വന്നാൽ ഒരിക്കലും CPM പരാജയപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. BJPനെ ഡിപ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ്, ലീഗ്, ജനാധിപത്യ രീതിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ വർഗീയതയെ ചേർത്ത് പിടിച്ച് വർഗീയതയെ എന്താ പറയുക, അവരെ കൂടെ രാപ്പാർക്കങ്ങൾ, എന്നിട്ട് നിങ്ങൾ ജനാധിപത്യത്തിൽ കേരളത്തിൽ വന്നാൽ എങ്ങനെ നിങ്ങൾ വിജയിക്കുക? നിങ്ങൾക്ക് ജെൻസ് മാറി. ഇത് ടീം UDF കേരളമാണ്, ജയിച്ചിരിക്കും. KT ജലീൽ എന്താ പറഞ്ഞത്? അയാൾ ലീഗിനെ എന്നും തെറിവറ, എന്നിട്ട് അയാൾ അതിൻ്റെ കൂടെ BJPൻ്റെ വോട്ട് പിടിക്കുക. അപ്പോൾ പണി പാളി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് KT ജലീൽ എന്നൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ ഒരു നിലപാടില്ലാത്തൊരു അയാൾ KT ജലീൽ അത്ര ആമ്പയറിലായിരുന്നെങ്കിൽ ആദ്യം ജയിച്ച് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച്, ഞങ്ങളെ ബോസിനെ തോൽപ്പിച്ച്. പിന്നെ ഈ കുട്ടി വരണ്ടേ ഞങ്ങളെ മണ്ഡലത്തിൽ? കുട്ടി വരൂല. കുട്ടി വന്ന കുട്ടിക്കറി ആദ്യ പണിയാണെന്നുള്ളത് മനസ്സിലായേ? കുട്ടി ഒഴിഞ്ഞ് കളിച്ച്. പക്ഷെ ഞങ്ങൾ ഒളിയായുധത്തോടു കൂടി കുട്ടീനെ പിടിക്കുകയും ചെയ്ത്. ഇനി ജീവിതത്തിൽ വരാത്ത രീതിയിൽ തൊട്ടിലാട്ടി കുട്ടിക്ക് നിൽക്കുക. ഇത് ജനാധിപത്യമല്ലേ? കാശ് കൊടുത്തിട്ട് എന്ത് ചെയ്യാന്നുള്ള തമ്മാർത്തരത്തിന് കേരള ജനത കൂട്ടുക്കൂല, പ്രത്യേകിച്ച് താനൂർ. ഓക്കെ, പിന്നെ ഇനി എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഇറങ്ങി നടന്നോ. ബോസ് VD സൈസം വരും, നമ്മളെ കുഞ്ഞാപ്പുണ്ടാവും. അപ്പോൾ കേരളത്തിൽ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാം. ഒരു പ്രശ്നമല്ല. സമരം കീമരം എന്ന് പറയാണ്ട് വരാൻ നിൽക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കണമെന്ന് അറിയാം, ഇവിടെ രാജാവും പ്രജകളും എന്നൊരു സംഭവം ജനാധിപത്യത്തിലില്ല. പിണറായി വിജയന് സങ്കല്പിച്ചത് ഞാൻ രാജാവാണ്, കേരളത്തിലെ ബാക്കി ജനങ്ങളൊക്കെ പ്രജകളാണെന്നാണ്. അതിന് ജനങ്ങൾ തിരിച്ചടി തന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ തലച്ചോറുള്ള ജനങ്ങളാണ്. അല്ലാതെ കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങളിലുള്ള അടിമകളെ പോലെ കംപ്ലീറ്റ് കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തേണ്ട വിദ്യാഭ്യാസ ബുദ്ധിസമ്പന്നരായ ജനങ്ങളാണ്. അതിനുള്ള തെളിവാണ് തന്നെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.